RSS എന്ന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ ഡോക്ടർജിയെയും അത് മുന്നോട്ട് കൊണ്ടുപോയ ഗുരുജി ഗോൾവാൾക്കറിനെയും പോലെ വലതുപക്ഷ ദേശീയവാദ രാഷ്ട്രീയത്തിൽ അതീവ പ്രാധാന്യമുള്ള രണ്ടു പേരായിരുന്നു ഹിന്ദു മഹാമണ്ഡലം എന്ന ആശയവുമായി കേരളത്തിൽ വന്ന് നായർ ഈഴവ ഐക്യം പോലും സാധ്യമാക്കിയ ശ്യാമപ്രസാദ് മുഖർജിയും ഇന്നത്തെ BJPയുടെ അടിസ്ഥാന സിദ്ധാന്തമായ ഏകാത്മ മാനവദർശനം രൂപം കൊടുത്ത ദീൻദയാൽ ഉപാധ്യായയും. 2000-ന് ശേഷം ജനിച്ച ഇന്ത്യയിലെ കൂത്താടിക്കുഞ്ഞുങ്ങൾ എന്ന് ഞാൻ വിളിക്കുന്ന ദുർവരാത്തിക്ക് പിന്നാലെ നടക്കുന്ന പല കുട്ടികൾക്കും അറിയാതെ പോകുന്ന, അല്ലെങ്കിൽ പലരും അറിയിക്കാതെ ഒളിപ്പിച്ചു വെക്കുന്ന ചില ചരിത്രം പറഞ്ഞു പോകാനാണ് ഇന്നത്തെ വീഡിയോ. 1916-ൽ ഉത്തർപ്രദേശിലെ മധുരയിൽ ജനിച്ച ശ്രീ ദീൻദയാൽ ഉപാധ്യായ തൻ്റെ കോളേജ് പഠനകാലത്ത് ഡോക്ടർ ഹെഡ്ഗേവാർജിയുമായി പരിചയത്തിലാവുകയും പിന്നീട് പ്രചാരകനുമായി മാറി. ഭാരതീയ ജനസംഘം എന്ന ദേശീയവാദ രാഷ്ട്രീയ പ്രസ്ഥാനം ശ്യാമപ്രസാദ് മുഖർജിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയതിനു ശേഷം പിന്നീട് രണ്ടാമനായി മാറിയ ദീൻദയാൽ ഉപാധ്യായ 1955 മുതൽ 1967 വരെ ഏതാണ്ട് 12 വർഷത്തിലധികം കാലം ജനസംഘത്തിൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇതിനിടയിൽ ശ്രീ ശ്യാമപ്രസാദ് മുഖർജിയുടെ മരണം, അല്ല, സാക്ഷാൽ ജവഹർലാൽ നെഹ്റു നടത്തിയ കൊലപാതകമെന്ന് പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ വാജ്പേയി തന്നെ ആരോപിച്ച ആ കൊലപാതകം നടക്കുന്നു. 1948-ൽ നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് 1951-ൽ ഭാരതീയ ജനസംഘമുണ്ടാക്കുകയും തെരഞ്ഞെടുപ്പിൽ 3 സീറ്റ് ജയിപ്പിക്കുകയും ചെയ്ത ശ്യാമപ്രസാദ് മുഖർജി 1953-ൽ ആശുപത്രിയിൽ വെച്ച് മരണം വരിക്കാനുണ്ടായത്. കാശ്മീരിൽ വെച്ച് നെഹ്റുവിൻ്റെ പോലീസ് അറസ്റ്റ് ചെയ്ത ശ്യാമപ്രസാദ് മുഖർജിയെ പനി കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും കുടുംബ ഡോക്ടർ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ കുത്തിവെച്ച് കൊന്നു എന്നുള്ളതാണ് വസ്തുത. കാശ്മീരിൽ അദ്ദേഹം പോയത് തന്നെ ഒരു രാജ്യത്ത് 2 ഭരണഘടന അനുവദിക്കില്ല എന്ന ആർട്ടിക്കിൾ 370-ക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിരുന്നു. മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അപേക്ഷ പോലും തള്ളിക്കളഞ്ഞ നെഹ്റു ശ്യാമപ്രസാദ് മുഖർജിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും അനുമതി കൊടുത്തില്ല. ശ്യാമപ്രസാദ് മുഖർജിയുടെ മരണം നെഹ്റുവിൻ്റെ ഗൂഢാലോചനയായിരുന്നുവെന്ന് 2004-ൽ വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ തന്നെ പരസ്യമായി പറഞ്ഞിരുന്നു. നമ്മൾ പറഞ്ഞു വന്നത് ദീൻദയാൽ ഉപാധ്യായയെക്കുറിച്ചാണല്ലോ. 1955 മുതൽ ജനസംഘത്തിൻ്റെ ദേശീയ സംഘടനാ സെക്രട്ടറിയായിരുന്ന ദീൻദയാൽ ഉപാധ്യായ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും കാലത്ത് എത്രത്തോളം ഭാരതത്തിലെ ജനങ്ങൾക്കിടയിൽ മാറ്റമുണ്ടാക്കിയെന്നതിന് ഈ ചിത്രങ്ങൾ ഉദാഹരണമാണ്. 1951-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവലം 3 സീറ്റും 3% വോട്ടും മാത്രമുണ്ടായിരുന്ന ജനസംഘത്തെ 1967 ആവുമ്പോഴേക്കും 23 സീറ്റും 9%-ലധികം വോട്ട് വിഹിതവുമുള്ള ഒരു നിർണായക ശക്തിയാക്കി മാറ്റാൻ ദീൻദയാൽ ഉപാധ്യായയ്ക്ക് സാധിച്ചു. 1967-ൽ ജനസംഘം ഭാരതത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയായി മാറി. 8 സംസ്ഥാനങ്ങളിലെ ഭരണത്തിലും ജനസംഘം പങ്കാളികളായി. ജനസംഘം നേടിയ ഈ വളർച്ചയുടെ അടിത്തറ എന്നത് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ഏകാത്മ മാനവദർശനം എന്ന ആശയമായിരുന്നു. ഭാരതീയ ചിന്താധാരകളുടെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് കമ്മ്യൂണിസത്തിനും മുതലാളിത്തത്തിനും ബദലായി അദ്ദേഹം അവതരിപ്പിച്ച സാമൂഹ്യ സാമ്പത്തിക വീക്ഷണമായിരുന്നു ഏകാത്മ മാനവദർശനം. 1967-ലെ പാർട്ടിയുടെ ദേശീയ സമ്മേളനം കേരളത്തിൽ കോഴിക്കോട് വച്ചായിരുന്നു. അതിലാണ് ദീൻദയാൽജി ദേശീയ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. കൃത്യമായി പറഞ്ഞാൽ 1967 ഡിസംബറിൽ. അധ്യക്ഷനായി ചുമതലയേറ്റ് 2 മാസം പോലും തികയും മുമ്പ് 1968 ഫെബ്രുവരി 11-ന് അദ്ദേഹം തികച്ചും ദുരൂഹമായ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടു. ലക്നൌവിൽ നിന്ന് പാറ്റ്നയിലേക്ക് രാത്രി ട്രെയിനിൽ യാത്ര ചെയ്ത അദ്ദേഹത്തിൻ്റെ മൃതദേഹം മുഗൾ സറായ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ടുകിട്ടുകയായിരുന്നു. അന്ന് സാക്ഷാൽ ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. എപ്പോഴും കേവലം ഒരു സഞ്ചിയുമായും അതിൽ 2 തുണിയും മാത്രമായി സാധാരണ ട്രെയിനുകളിൽ യാത്ര ചെയ്തിരുന്ന വെറും സാധുവായ ദീൻദയാൽ ഉപാധ്യായ ഒരു മോഷണ ശ്രമത്തിനിടെ 2 പേർ ചേർന്ന് ട്രെയിനിൽ നിന്നും പുറത്തേക്ക് വലിച്ചെറിയുകയായിരുന്നു എന്നാണ് ഇന്ദിരാഗാന്ധിയുടെ പോലീസ് കണ്ടെത്തിയത്. ആ സംഭവത്തെക്കുറിച്ച് ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമി പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. Every passenger in that first class bogie was a person with a false address. Now that means this was pre-planned. This has never been investigated. അതെ, ആ ട്രെയിനിൽ അതേ ദിവസം യാത്ര ചെയ്തിരിക്കുന്ന പലരുടെയും അഡ്രസ്സുകൾ വ്യാജമായിരുന്നു. ഈ ദുരൂഹമായ മരണത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന ജനസംഘത്തിൻ്റെ നിരന്തര ആവശ്യം പരിഗണിച്ചുകൊണ്ട് വഴങ്ങേണ്ടി വന്ന ഇന്ദിരാഗാന്ധി YV ചന്ദ്രചൂഡിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മീഷനെ നിയോഗിച്ചു. അത് രാഷ്ട്രീയ കൊലപാതകമല്ല, പോലീസ് കണ്ടെത്തിയതുപോലെ മോഷണ ശ്രമത്തിനിടെ ഉണ്ടായ ഒരു സാധാരണ മരണം മാത്രമാണ് എന്നായിരുന്നു ആ കമ്മീഷൻ്റെ കണ്ടെത്തൽ. ആ റിപ്പോർട്ടിൻ്റെ ഫലമാണോ എന്നറിയില്ല. അതേ ചന്ദ്രചൂഡ് 1978 മുതൽ 1985 വരെ തുടർച്ചയായി ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ആ ചന്ദ്രചൂഡിൻ്റെ മകനാണ് ഇന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ DY ചന്ദ്രചൂഡ്. ദീൻദയാൽ ഉപാധ്യായയുടെ മരണത്തിന് കാരണക്കാരായി പോലീസ് തന്നെ കണ്ടെത്തിയ
ഭരത് ലാൽ എന്നും രാം അവാധ് എന്നും പറയുന്ന രണ്ടു പേർക്കുമെതിരെ വെറും മോഷണ ശ്രമത്തിനുള്ള കുറ്റം മാത്രമാണ് ഇന്ദിരാഗാന്ധിയുടെ പോലീസ് ചുമത്തിയത്. അതിൽ നിന്ന് നമുക്ക് എല്ലാം വായിച്ചെടുക്കാം. അതെ, തീർച്ചയായും 15 വർഷത്തെ സംഘടനാ സെക്രട്ടറി പദവിയിലിരുന്നുകൊണ്ട് കോൺഗ്രസിനെതിരെ മത്സരിച്ചുകൊണ്ട് 8 സംസ്ഥാനങ്ങളിൽ സഖ്യകക്ഷി ഭരണം പിടിച്ചെടുക്കാൻ കഴിഞ്ഞ ഈ കുറിയ മനുഷ്യൻ ജനസംഘത്തിൻ്റെ ദേശീയ അധ്യക്ഷനായത് ഇന്ദിരാഗാന്ധിയെ ഭയപ്പെടുത്തിയിരുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ശ്യാമപ്രസാദ് മുഖർജിയെ ഇല്ലാതാക്കിയ അച്ഛൻ നെഹ്റുവിൻ്റെ ബുദ്ധി മകളും പിന്തുടർന്നു എന്ന് തന്നെയാണ് അർത്ഥം. 1936 നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്നത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ അച്ഛൻ്റെ പണം ഉപയോഗിച്ച് സ്വന്തമാക്കി തൻ്റെയും തൻ്റെ വരും തലമുറയ്ക്കും ജീവിതമാർഗമാക്കി ഉപയോഗിക്കുക എന്നത് തന്നെയായിരുന്നു. 1936 മുതൽ തനിക്കും തൻ്റെ തലമുറയ്ക്കും വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള എല്ലാ നേതാക്കളെയും നെഹ്റു തെരഞ്ഞുപിടിച്ചില്ലാതാക്കി. ഗാന്ധിജി നിർത്തിയ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ച് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം പിടിച്ചെടുത്ത നേതാജിയായിരുന്നു ജവഹർലാൽ നെഹ്റുവിൻ്റെ ആദ്യ ശത്രു. ദേശീയ അധ്യക്ഷനായി നേതാജി ജയിച്ച കോൺഗ്രസിൽ നിന്ന് ഗാന്ധിജി ഉൾപ്പെടെ 13 പേർ രാജിവെച്ച് പിന്മാറിയത് നെഹ്റുവിൻ്റെ സമ്മർദ്ദം കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹത്തിന് ഫോർവേഡ് ബ്ലോക്ക് ഉണ്ടാക്കേണ്ടി വന്നു. പിന്നീട് 1945-46 കാലത്ത് തനിക്ക് ഭീഷണിയായേക്കാവുന്ന സാക്ഷാൽ നേതാജിയെ ജവഹർലാൽ നെഹ്റു റഷ്യയ്ക്ക് ഒറ്റിക്കൊടുത്ത കാലം മുതൽ ഗാന്ധിജി നെഹ്റുവും തമ്മിലുള്ള ബന്ധത്തിൽ ചില വിള്ളൽ വീണിരുന്നു. നെഹ്റു പ്രധാനമന്ത്രിയായി അവരോധിക്കപ്പെട്ട ചടങ്ങിൽ നിന്ന് വിട്ടുനിന്ന ഗാന്ധിജി തൻ്റെ ഹരിജൻ എന്ന പത്രത്തിനായി കൂടുതൽ സമയം ചെലവഴിക്കാൻ തുടങ്ങിയ കാലത്താണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം പിരിച്ചുവിടണമെന്ന് പരസ്യമായി പറഞ്ഞിരുന്ന ഗാന്ധിജിയുടെ പത്രത്തിലെ കുറിപ്പുകൾ നെഹ്റു ഭയന്നിരുന്നു. അല്ലെങ്കിൽ ആ മഹാത്മാവിൻ്റെ ഓർമ്മകൾ നിലനിന്നിരുന്ന ആ പത്രം ഗാന്ധിജിയുടെ മരണത്തോടെ നിലച്ചു പോകില്ലായിരുന്നല്ലോ. ഗാന്ധിജിയുടെ കൈയും ജിഹയും ബന്ധിക്കേണ്ടത് നെഹ്റുവിൻ്റെ മാത്രം ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ ഗാന്ധിജിയുടെ മരണത്തിൽ നെഹ്റുവിന് കൃത്യമായ പങ്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറഞ്ഞപക്ഷം രാഷ്ട്രപിതാവായി കരുതുന്ന ഗാന്ധിജിയുടെ ജീവൻ അപകടത്തിലാണ് എന്ന് നേരത്തെ മനസ്സിലാക്കിയിട്ടും ഗാന്ധിജിയെ കൊന്ന അതേ കൊലപാതകികളെ മുൻപൊരിക്കൽ ഗാന്ധിജിയെ കൊല്ലാൻ ശ്രമിച്ചു പരാജയപ്പെട്ട അവസരത്തിൽ അറസ്റ്റ് ചെയ്തതായിരുന്നിട്ടും പ്രധാനമന്ത്രി എന്ന നിലയിൽ ഗാന്ധിജിയുടെ ജീവൻ സംരക്ഷിക്കാൻ ശ്രമിക്കാത്തതിൻ്റെ പേരിലെങ്കിലും നെഹ്റു ഉത്തരവാദിയല്ലേ? എന്നാൽ നെഹ്റു ചെയ്തത് ഗാന്ധിജിയുടെ മരണത്തിൻ്റെ പേരിൽ തനിക്ക് ഭീഷണിയായേക്കാവുന്ന ചിലരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക എന്നതാണ്. ഗുരുജി ഗോൾവാൾക്കറിനെയും സവർക്കറിനെയും ഉൾപ്പെടെ 1 ലക്ഷത്തോളം സ്വയംസേവകരെ അറസ്റ്റ് ചെയ്യുകയും ഗാന്ധിജിയുടെ മരണത്തിന് ഒരാഴ്ചക്കുള്ളിൽ RSS എന്ന പ്രസ്ഥാനത്തെ നിരോധിക്കുകയുമാണ് നെഹ്റു ചെയ്തത്. എന്നാൽ ഗുരുജി ഗോൾവാൾക്കറിൻ്റെ നിരന്തരമായ പോരാട്ടങ്ങൾക്കൊടുവിൽ കോടതി തെളിവില്ല എന്നതുകൊണ്ട് ഇവരെ വിട്ടയക്കുകയും ചെയ്തു. നെഹ്റു പരമാവധി RSSൻ്റെ നിരോധനം നിലനിർത്താൻ ശ്രമിച്ചിട്ടും മദ്രാസ് അഡ്വക്കേറ്റ് ജനറലായിരുന്ന TR വെങ്കട്ടറാം ശാസ്ത്രി, ഗുരുജി ഗോൾവാൾക്കർ എന്നിവരുടെ നിരന്തരമായ പരിശ്രമത്തിൻ്റെ ഫലമായി സർദാർ പട്ടേൽ എന്ന ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടലിൽ 1949 RSSൻ്റെ മേലുള്ള നിരോധനം നീക്കുകയാണുണ്ടായത്. അതുമാത്രമല്ല, RSS കോൺഗ്രസിൻ്റെ ഭാഗമാകണം എന്ന അഭ്യർത്ഥനയും സർദാർ പട്ടേൽ മുന്നോട്ട് വച്ചു. അതിനും നെഹ്റു മറുപടി നൽകിയത് 1951 ഡിസംബർ 12 സാക്ഷാൽ സർദാർ പട്ടേലിൻ്റെ പെട്ടെന്നുണ്ടായ മരണം കൊണ്ടാണ്. ഒപ്പം മുംബൈയിൽ നടന്ന സർദാർ പട്ടേൽ എന്ന ഇന്ത്യയുടെ ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായിരുന്ന നേതാവിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ മന്ത്രിമാർ ആരും പങ്കെടുക്കരുത് എന്നും അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു നിർദ്ദേശിച്ചു. രാഷ്ട്രപതിയായിരുന്ന രാജേന്ദ്ര പ്രസാദ് സാറിൻ്റെ ഇടപെടലാണ് പിന്നീട് നെഹ്റു പോലും ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കാരണം എന്ന് എഴുതിയത് കോൺഗ്രസ്സുകാരനായിരുന്ന KM മുൻഷി തന്നെയാണ്. പിന്നീട് നെഹ്റു ഭീഷണിയായി കണ്ടത് തൻ്റെ ആദ്യ മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിരുന്ന ശ്രീ ശ്യാമപ്രസാദ് മുഖർജി ആയിരുന്നു. അദ്ദേഹത്തെ ഇല്ലാതാക്കിയതിനെക്കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രിയും ഇപ്പോൾ രാഹുൽ ഗാന്ധി ചുമന്നുകൊണ്ട് നടക്കുന്ന ഭരണഘടനയുടെ പിതാവുമായ ശ്രീ അംബേദ്കർ 2 വർഷത്തോളം കാഴ്ചയില്ലാതെ നരകിച്ച് ഡയബറ്റിസ് വന്നാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിന് മെച്ചപ്പെട്ട ചികിത്സ നൽകാൻ പോലും പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് കഴിഞ്ഞില്ല എന്നോർക്കണം. കൂടാതെ നെഹ്റുവിൻ്റെ ആദ്യ മന്ത്രിസഭയിലെ പ്രതിരോധ, ധനകാര്യ, വിദ്യാഭ്യാസ, കമ്മ്യൂണിക്കേഷൻ തുടങ്ങി പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന എല്ലാ മന്ത്രിമാരും 1952 1960 ഇടയിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയായിരുന്നു എന്നാണ് രേഖകൾ. അഥവാ സാധാരണ മരണങ്ങളെന്ന പേരിൽ തമസ്കരിക്കപ്പെട്ടു പോയ കൊലപാതകങ്ങളെന്ന് തന്നെ പറയാം. കഴിഞ്ഞില്ല. വീര സവർക്കർ ബ്രിട്ടീഷുകാർ ശിപായി ലഹള എന്ന് പറഞ്ഞ് ഇകഴ്ത്തിയിരുന്ന 1857 പോരാട്ടത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച് പുസ്തകമെഴുതി ഭാരതത്തിലാകെയുള്ള യുവാക്കളെ പ്രചോദിപ്പിച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലേക്ക് 1900-ങ്ങളിൽ തന്നെ കൊണ്ടുവന്ന സവർക്കർ, 50 വർഷം ആൻഡമാനിൽ കഠിനശിക്ഷയ്ക്ക് വിധേയനാകേണ്ടി വന്ന വീര സവർക്കർ, 1909 ആൻഡമാനിലെ ഇരുട്ട് തടവറയിൽ അടയ്ക്കപ്പെട്ട ആ മനുഷ്യൻ 1924 രത്നഗിരി ജില്ലയ്ക്ക് പുറത്തു പോകാൻ പാടില്ല എന്ന കർശന വ്യവസ്ഥയിൽ ഇന്ത്യയിലേക്ക് എത്തുന്നത്. രത്നഗിരിയിൽ അദ്ദേഹം പുസ്തകങ്ങൾ എഴുതിയും സാമൂഹിക ഇടപെടൽ നടത്തിയും ജീവിതം ദേശീയ പോരാട്ടത്തിന് മാത്രമായി ഒഴിഞ്ഞുവെച്ചു. രാജ്യത്തെ ആദ്യത്തെ ദളിത് പൂജാരിയെ
അമ്പലത്തിൽ നിയോഗിച്ചത് രത്നഗിരി ജില്ലയിൽ സാക്ഷാൽ വീര സവർക്കറായിരുന്നു. കടുത്ത വർഗീയവാദിയെന്ന് ഇപ്പോഴും ചിലർ അധിക്ഷേപിക്കുന്ന വീര സവർക്കർ എന്ന മനുഷ്യൻ ഹിന്ദു മഹാസഭ ബംഗാളിലും സിന്ധിലുമൊക്കെ മുസ്ലിം ലീഗുമായി സഖ്യം ചേർന്ന് പ്രവിശ്യകൾ ഭരിച്ചിരുന്നതിനെക്കുറിച്ച് അഭിനന്ദിച്ച് സംസാരിച്ചിരുന്നു. ഈ മനുഷ്യൻ തനിക്കൊരു ഭീഷണിയാകുമെന്ന് തിരിച്ചറിയാൻ നെഹ്റുവിന് കൂടുതൽ ചിന്തിക്കേണ്ട കാര്യം പോലും ഉണ്ടായിരുന്നില്ല. 1957 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 100ാം വാർഷിക ചടങ്ങിൽ വീര സവർക്കറിനൊപ്പം വേദി പങ്കിടാൻ പോലും അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നെഹ്റു തയ്യാറായില്ല. 1962 നെഹ്റുവിൻ്റെ മരണശേഷം പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് സവർക്കറിന് സ്വാതന്ത്ര്യ സമര പോരാളികൾക്കുള്ള പെൻഷൻ പോലും നൽകിയത്. ഇതുകൂടി തീർച്ചയായും പറയാതെ പോകാനാകില്ല. ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി പ്രധാനമന്ത്രിയായിരിക്കെ പാകിസ്ഥാനുമായുള്ള യുദ്ധം വിജയത്തോടെ ഭാരതം അവസാനിപ്പിച്ചത് 1965 സെപ്റ്റംബർ 23-ന്. അണുവായുധത്തിന് ആദ്യം എതിരായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി ആണവായുധത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കി ഹോമി ജെ ഭാഭയ്ക്ക് അതുണ്ടാക്കാനുള്ള നിർദ്ദേശം കൊടുത്ത ശേഷം താഷ്കൻഡ് കരാർ ഒപ്പിടാൻ റഷ്യയിലേക്ക് പോയി തിരികെ വന്നത് 1966 ജനുവരി 12-ന് ശരീരമാകെ നീലിച്ച് വിഷം ഉള്ളിൽ ചെന്ന് മരിച്ച അവസ്ഥയിൽ. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം വെറും 62 വയസ്സ്. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തിന് കൃത്യം 12-ാം ദിവസം ഭാരതത്തിലെ ആണവായുധത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ഹോമി ജെ ഭാഭ ജനീവയിലേക്കുള്ള യാത്രക്കിടെ മോണ്ട് ബ്ലാങ്കിൽ എയർ ഇന്ത്യയുടെ വിമാനം തകർന്ന് മരിക്കുന്നു. അന്ന് അദ്ദേഹത്തിൻ്റെ പ്രായം വെറും 56 വയസ്സ്. വിമാനം സ്വയം തകർന്നതാണെങ്കിൽ 2 കിലോമീറ്റർ ദൂരത്തു നിന്ന് വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ലഭിക്കില്ല എന്നും അതൊരു മിസൈൽ ആക്രമണത്തിൽ മാത്രമേ സാധിക്കൂ എന്നും അവശിഷ്ടങ്ങൾ ശേഖരിച്ച് പഠനം നടത്തിയ ഡാനിയൽ ആച്ചെ എന്ന സ്വീഡിഷ് വൈമാനിക നിരീക്ഷക പരിവേഷകൻ കണ്ടെത്തുകയും അദ്ദേഹം ശേഖരിച്ച വിമാനത്തിൻ്റെ തകർന്ന അവശിഷ്ടങ്ങൾ ഇന്ത്യൻ സർക്കാരിന് അന്വേഷണത്തിനായി കൈമാറാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ അവശിഷ്ടങ്ങൾ രാജ്യത്തിലേക്ക് എത്തിക്കാൻ ഒരു വലിയ കാർഗോ ഷിപ്പിംഗ് ചാർജ് ആവശ്യമുണ്ട്, അതിനുള്ള പണമില്ല എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി അത് സ്വീകരിച്ചില്ല. അതിനുശേഷം ദ ഗ്രേറ്റ് വിക്രം സാരാഭായ് ഇന്ത്യയുടെ ആണവ പരീക്ഷണങ്ങളുടെ ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിനിടെ 1971 ഡിസംബർ 30-ന് നമ്മുടെ തിരുവനന്തപുരത്ത് ഒരു പ്രധാന മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വന്ന ദിവസം ഹോട്ടലിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ മരണമടഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രായം മരിക്കുമ്പോൾ വെറും 52 വയസ്സ്. ഇതൊക്കെ ഇപ്പോൾ കേൾക്കുമ്പോൾ പോലും നിങ്ങൾക്ക് ഒരു സംശയം തോന്നുന്നില്ലേ? ഉള്ളിലൊരു ഭയം തോന്നുന്നില്ലേ? പക്ഷേ ഈ രാജ്യം ഭരിച്ച നെഹ്റു ഫാമിലിക്ക് ഇതൊക്കെ കേവലം സാധാരണ മരണങ്ങൾ മാത്രമായിരുന്നു. അതിൽ തന്നെ എല്ലാമുണ്ട്.